ഭൗതികം എത്രയാണോ പഠിച്ചത് അത്രേ ദീനും പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റൂല. ദീനിൻ്റെ പല വിഷയങ്ങളും അങ്ങനെയാണ്. ഭൗതികം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എന്തായിരുന്നു ഈ വഹയിൻ്റെ ഇൽമ് എന്ന് പഠിയുക, മനസ്സിലാവുക. അതുകൊണ്ട് പഠിക്കണതിനനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞപ്പോൾ SLCൻ്റെ റിസൾട്ട് വന്നു, +2ൻ്റെ റിസൾട്ടൊക്കെ വന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചാൽ SLCയിൽ ഫുള്ള് A+ ഉള്ള ആളെ ഓതാൻ പറഞ്ഞേക്കണമെന്ന് പറയണില്ല. പറയാൻ പൂതിയുണ്ട് പക്ഷെ പറയണില്ല. പറയാൻ എനിക്ക് പൂതിയൊക്കെ ഉണ്ട് പക്ഷെ പറയണില്ല. നല്ല ബുദ്ധിയുള്ളവനാ ശരിക്കും ഓതാൻ പോണ്ടേ, പക്ഷെ ഞാൻ പറയണില്ല. നല്ല SLCയിൽ ഫുള്ള് A+ ഉള്ളവന് +1 പോയിക്കോട്ടെ. ഫുള്ള് A+ ആണെങ്കിൽ സയൻസ് തന്നെ എടുത്തോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്തോട്ടെ, അല്ല നാട്ടിൻ്റെ അടുത്ത് ഹ്യൂമാനിറ്റീസ് ആണ് ഉള്ളത് വെച്ചാൽ എടുത്തോട്ടെ, കുറച്ചാലും പോയിക്കോട്ടെ. അതിന് പറ്റൂല എന്ന് തോന്നിയാൽ ഓനെങ്ങളൊന്ന് സൂപ്പർ മാർക്കറ്റിൽ ആദ്യം നിർത്തിക്കാളി. തോറ്റിക്കാണ് SLCക്ക്, D ആണ്. ഓനൊന്ന് സൂപ്പർ മാർക്കറ്റിൽ നിർത്തിക്കാളി. സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയാൽ സിമെൻറ്റും പഞ്ചാരച്ചാക്ക് ഏറ്റേണ്ടി വരും. കാരണം ഈ ജൂനിയേഴ്സിന് ഭയങ്കര ഇടങ്ങേറുള്ള പണിയാണ് ആരായാലും കൊടുക്കുക. അവനെ പറ്റുമോ നോക്കണമല്ലോ. ആദ്യം തന്നെ ക്യാഷ് കൗണ്ടറിലൊന്നും ഇരിക്കാൻ ആരും പറയില്ല, ഒരു മുതലാളി സമ്മതിക്കൂല. പഞ്ചാരച്ചാക്കാണ്ട് ഏറ്റേണ്ടി വരും, പെരടിയാണ്ട് വേദന ആവും. 8 ദിവസമാണ് പോയിട്ട് വാപ്പാട് വന്നിട്ട് പറഞ്ഞു ഇപ്പാ ഇന്നെക്കൊണ്ട് ഇത് നടക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് വിടണ്ട, അടുത്ത് നോക്കുക. എന്താ അടുത്ത പരിപാടി? കോഴിപ്പീടിയിൽ നിർത്തുക. അത്ര തന്നെ പണി ഉണ്ടാവില്ല, അല്ലെങ്കിൽ മീൻ കച്ചവടക്കാരൻ്റെ ഒപ്പം നിർത്തുക. രാവിലെ നല്ല തുണിങ്കുപ്പായ എടുത്ത് പോകും. ഏട്ടത്തലാണ് വെട്ടിയപ്പോൾ മേത്തേക്ക് ചോരണ്ട് തെറിച്ചു, ചിറിക്കുണ്ടായി. വാപ്പാലോട് വന്നിട്ട് പറഞ്ഞു വാപ്പ ഇന്നെക്കൊണ്ട് ഇനി പരിപാടി നടക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിടണ്ട, അടുത്തതിന് വിടുക. എന്താ അടുത്തത്? വർക്ക്ഷോപ്പിക്ക് പറഞ്ഞേക്കുക. രാവിലെ നല്ല തുണിങ്കുപ്പായ എടുത്ത് പോകും, വൈകുന്നേരം വരുമ്പോൾ കരിയായിട്ടുണ്ടാവും. പിറ്റേന്ന് രാവിലെ വേറെ എടുത്ത് പോകും, വൈകുന്നേരം വരുമ്പോൾ ഗ്രീസായിട്ടുണ്ടാവും. ഉള്ള തുണിയും കുപ്പായൊക്കെ കേടിന് പോകാൻ പറയും. ഇപ്പം ഇന്നെക്കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ അതും ആലോചിക്കണ്ട, അടുത്ത പരിപാടി നോക്കുക. എന്താ അടുത്ത പരിപാടി? ഓതാൻ പറഞ്ഞേക്ക പള്ളികൾക്ക്. അപ്പോൾ ഒരു തീരുമാനം കൂടിയും പറയണം. എന്ത്? ഒന്ന് മയ്യത്ത് നിസ്കരിച്ചാനും കിടക്കട്ടെ എന്നും കൂടിയും പറഞ്ഞാൽ ഇന്നാ മിയായി. കാരണം ഈ ഏട്ടത്തല വെട്ടാൻ കഴിയാത്ത ഓനാണല്ലോ ഞനക്ക് മയ്യത്ത് കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ കൂടിയാണ് പറഞ്ഞാൽ ഇന്ന് അതിന് സംഗതി തീരുമാനമായി. ഞാൻ അങ്ങനെയൊക്കെ ആയാലും ഒരു 3 കൊല്ലാണ്ട് ഓതാൻ പോയിട്ട് റമദാൻ മാസത്തെ ലീവിന് ഇങ്ങോട്ട് വന്നുങ്ങാണ്ട് തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് നീച്ചുന്നങ്ങോട്ട് വർത്താനം പറഞ്ഞാണ്ടല്ലോ മൂക്കത്ത് വിരൽ വെച്ചിട്ടാണ് നോക്കിയാണ്ട് ഇരിക്കേണ്ടി വരും. അതാണ് മാറ്റം. അതാണ് ഒരു മനുഷ്യൻ്റെ മാറ്റം എന്ന് പറയുന്നത്. അത് ഉണ്ടാവണമെങ്കിൽ ദീനിൻ്റെ വഴിയിലേക്ക് തിരിച്ചാണ്ട് വെക്കണം. ഇനി ഇതിലേറെ ഫിറ്റായൊരു ഉദാഹരണം വേറെ ഉണ്ടാവും തോന്നുന്നില്ല എനിക്ക് തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം, നല്ല ബുദ്ധിയുള്ളവൻ ദീൻ പഠിക്കട്ടെ, നല്ല പൈസക്കാരെ മക്കൾ ദീൻ പഠിക്കട്ടെ. എന്താ കാര്യം? ആരെ മുമ്പിലും എഴുന്നേറ്റ് നിന്നിട്ട് കാര്യമായിട്ട് പറയാൻ പറ്റും, ഊരക്ക് ബലം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് നല്ല പൈസ ഉള്ള വാപ്പാൻ്റെ കുട്ടികളിൽ നിന്ന് മൂല്യന്മാരുണ്ട് വരട്ടെ. ഉമ്മത്തിന് വലിയ ഇസ്സത്തായിരിക്കും അത്. ഈ ഉമ്മത്തിന് എന്തുമാത്രം ഇസ്സത്തായിരിക്കും അത്. ആരെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കാര്യമായിട്ട് പറയാൻ പറ്റും, അങ്ങനത്തെ ആൾക്കാരുണ്ട് വരട്ടെ. അതിനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇപ്പം എല്ലാ നാടുകളിലും സമസ്തയുടെ കീഴിൽ സ്വദേശി ദർസുകൾ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളുടെ കാര്യം മാത്രമല്ല, പെൺകുട്ടികളുടെ കാര്യം പറയേണ്ടതുണ്ട്. പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ആണുങ്ങൾക്കല്ല, പെണ്ണുങ്ങൾക്കാണ്. വിദ്യാഭ്യാസ നിരാശാരോഗം എന്നാണ് അതിന് പറയുക. അത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം. ആണുങ്ങൾക്ക് അത് അത്ര തന്നെ വരില്ല. കാരണം ആണുങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും എന്നതാണ്. ആൺകുട്ടികളും പഠിക്കണം, പെൺകുട്ടികളും പഠിക്കണം, എല്ലാവരും പഠിക്കണം. ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ മഹല്ലിൽ പ്രധാനമായും 4 കാര്യം ഉണ്ടാവണം. വിഷയം മാറുന്നുണ്ട്, എന്നാലും ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. 4 കാര്യങ്ങൾ ഒരു മഹല്ലിൽ ഉണ്ടായിരിക്കണം എന്നാണ്. ഒന്ന്, സ്ഥിരമായ റിലീഫിൻ്റെ സംവിധാനം ഉണ്ടായിരിക്കണം. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് പിരിച്ചിട്ട് തുടങ്ങിയതാണ് റിലീഫ്. എല്ലാ വക്തിനുമായിരുന്നു പിരിവ്. ജുമുഅക്ക് വെള്ളിയാഴ്ച മാത്രമല്ല, എല്ലാ വക്തിനും ബിലാൽ റളിയല്ലാഹു അൻഹു പിരിച്ചിരുന്നു. അതുകൊണ്ട് മഹല്ലിൽ റിലീഫ് നടക്കണം. നമ്മളെന്താ കാട്ടുകാര്യങ്ങൾ? ഒരു സാധു മനുഷ്യന് പെരക്കൊരു ബുദ്ധിമുട്ടായി നമ്മളെടുത്ത് വന്ന് പറഞ്ഞാൽ വലിയൊരു ലെറ്റർ പേഡ് എടുക്കും, നല്ല ലെറ്റർ പേഡ് എടുക്കും. എന്നിട്ട് ആ ലെറ്റർ പേഡിൽ ഒരു കത്ത് ഇങ്ങനെ എഴുതും, വിശദമായി നല്ല കയ്യക്ഷരത്തിൽ, വേണമെങ്കിൽ DTP ഒക്കെ ചെയ്യും. ഇന്നോടത്ത് ഇന്നാളിനാൾ ഭയങ്കര അധികം വിഷമമുണ്ടാവുകൊണ്ട് എല്ലാവരും സഹായിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അടിയിൽ പേരും ഒപ്പം ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും ഇമെയിൽ ID വെച്ചിട്ട് കൊടുത്തിട്ട് പറയും തെണ്ടിക്കൂട് അറിയും.
ആ കത്ത് ഗൾഫിൽ നമ്മളെ കുട്ടിയെക്കൊണ്ട് അയച്ചു കൊടുത്താൽ 3 സെന്റിൽ ഒരു കൂടപ്പര ഒരു കൊല്ലം കൊണ്ട് കയറ്റിക്കൂടെ നമുക്ക്? അതാണ് ഈ റിലീഫ് പറഞ്ഞ സാധനം. 6 മാസം കൊണ്ട് കയറ്റണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു കൊല്ലം കൊണ്ട് ഒരു കൂടപ്പര 3 സെന്റിൽ നമ്മളെ മഹല്യം പറ്റി വിചാരിച്ചാൽ ഉണ്ടാക്കി കൊടുത്തൂടെ? എന്തിനാണ് ഈ തെണ്ടുള്ള സർട്ടിഫിക്കറ്റും കൊടുത്തുകൊണ്ട് വിടുന്നത്? അതാണ് റിലീഫ്. റിലീഫിന് പ്രാധാന്യമില്ലാതെ ദീന് അള്ളാന്റെ ദുനിയാവിൽ എവിടെയും പ്രചരിച്ചിട്ടില്ല. 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട് ലോകത്ത് ദീന് പറയാൻ. ആ 1,24,000 അമ്പിയാക്കളും റിലീഫ് നടത്തിക്കൊണ്ടാണ് ദീൻ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒന്നും ഇപ്പോൾ ദീനിക്ക് ആള് വേണ്ടെന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ആദ്യം അമ്പിയാക്കൾക്കാണ് തോന്നണം. മദീനത്ത് എന്നിട്ട് ആരത്താ പൈസ ഉള്ളതെന്ന് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ നബിയെ പൈസ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ബീറു റൂമ എന്ന് പറയുന്ന എല്ലാവരും വെള്ളം കോരുന്നൊരു കിണറുണ്ട്, അതാണ്ട് വാങ്ങി വഖഫാക്കാനാണ് എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൈസ എടുത്തൊടുത്തു. കിണറുണ്ട് വാങ്ങി വഖഫാക്കിയപ്പോ കച്ചവടക്കാർ വന്നു. കച്ചവടക്കാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉസ്മാനെ, നിങ്ങളത് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞമ്മളോടൊന്ന് വിവരം പറയണ്ടേ, ഞമ്മക്കൊന്ന് ചവിട്ടി പിടിച്ചു നോക്കിക്കൂടായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഉസ്മാനോട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു, ഞാൻ കിണറിനല്ല വില നൽകിയിട്ടുള്ളത്, ഞാൻ സ്വർഗത്തിനാണ് വില നൽകിയിട്ടുള്ളത്. അത് ഇഞ്ഞും കൊടുക്കേണ്ടി വന്നാൽ ഞാൻ ഇഞ്ഞും കൊടുക്കും എന്ന് പറഞ്ഞു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതായിരുന്നു റിലീഫ്. അങ്ങനെ ഇസ്ലാം എവിടെയെല്ലാം പ്രചരിച്ചിട്ടുണ്ടോ അവിടെ റിലീഫോട് കൂടെയാണ് പ്രചരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് റിലീഫ് വേണം, 2 സ്ഥിരമായ വിദ്യാഭ്യാസ സംവിധാനം വേണം. വയസ്സന്മാർക്കും പഠിപ്പിക്കണം, കുട്ടികൾക്കും പഠിപ്പിക്കണം, ചെറുപ്പക്കാർക്കും പഠിപ്പിക്കണം, ജോലിക്ക് വേണ്ടിയും പഠിപ്പിക്കണം, ദീനും പഠിപ്പിക്കണം, ദുന്യാവും പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണം. നമ്മളൊക്കെ മഹല്ലുകളിൽ PSC കോച്ചിങ്ങുകൾ നടക്കണം. പ്രത്യേകമായ ജോലികൾക്ക് വേണ്ടി അപേക്ഷകളൊക്കെ ക്ഷണിക്കുന്ന സമയത്ത് പറ്റാവുന്ന ആൾക്കാർ അതിലേക്ക് അപേക്ഷിപ്പിക്കണം. പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കും, അതതിൻ്റെ വഴിക്ക് നടന്നോട്ടെ, അപേക്ഷ വേറെ വഴിക്ക് ഇങ്ങനെ കൊടുക്കണം. പ്രതിഷേധം ഉണ്ടാവും, വർത്തമാനങ്ങളൊക്കെ പലതും ഉണ്ടാവും, ശരിയുണ്ടാവും, തെറ്റുണ്ടാവും, ചിലപ്പോൾ ശരി തന്നെ കാലം, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. അപേക്ഷകൾ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ കൊടുക്കണം. 17.5 വയസ്സുള്ള ആൾക്കാരെ ഡിഫൻസിലേക്ക്, പട്ടാളത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു 4 വർഷത്തേക്ക്. നല്ല ശമ്പളമുണ്ട്, 30,000 സ്റ്റാർട്ടിങ്ങിലുണ്ട്. 4 കൊല്ലം കഴിയുമ്പോഴേക്ക് 40,000 റുപ്യ മാസത്തിലായി മാറും. 11.5 ലക്ഷം റുപ്യ പിരിഞ്ഞു വരുമ്പോൾ കിട്ടും. കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, നേരത്തെ ഹജ്ജിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഒരു അപേക്ഷ കൊടുത്തേക്കൂടെ? നമുക്ക് കിട്ടൂല എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കണോ? കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഒരു അപേക്ഷയിലും കൊടുത്തു പോയിക്കൂടെ? കുട്ടികളെ കൊണ്ടൊക്കെ കൊടുപ്പിക്കണം. നല്ല ദീനിയായ ബോധമുള്ളവർ ആ രംഗത്തേക്ക് കടന്നു വരട്ടെ. അപ്പോൾ 2ാമത് വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കണം. 3ാമത്തെ കാര്യം, ആളുകൾക്കിടയിൽ ധാർമ്മിക ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടെ ബോധവൽക്കരണ പരിപാടികൾ ഉണ്ടായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ബോധവൽക്കരണ പരിപാടി ഉണ്ടായിരിക്കണം. എന്ത് വിഷയമാണെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും ആ പറഞ്ഞത് ശരി തന്നെ കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കുമ്പോൾ പിന്നെയും പറയണം എന്നെ. ഇടയ്ക്കിടയ്ക്ക് ബോധവൽക്കരണ പരിപാടികൾ നടക്കണം. 4ാമത്തെ കാര്യം, മഹല്ലത്തിൽ ഒരു മസ്ലഹത്തിൻ്റെ സംവിധാനം സ്ഥിരമായി ഉണ്ടായിരിക്കണം. നാട്ടിൽ മസ്ലഹത്തിന് പറ്റിയ കുറേ ആൾക്കാരുണ്ടാവും, ഓലെ കൂട്ടി യോജിപ്പിച്ചിട്ട് എപ്പോഴും മസ്ലഹത്തുകൾ നടക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരമാവധി മസ്ലഹത്താക്കാൻ പറ്റുമോ നോക്കണം. പറ്റൂല എന്ന് തോന്നുമ്പോൾ ഒരു കേസേറ്റ് പോയിക്കോട്ടെ, കേസേറ്റ് പോയതാണെങ്കിലും മസ്ലഹത്താക്കാൻ പറ്റുമോ നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നടക്കണം. ദീനിയായ വിഷയങ്ങൾക്ക് നമ്മുടെ എപ്പോഴും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എപ്പോഴും ദീൻ പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കണം. നന്നാവൂല എന്ന് നമ്മൾ വെറുതെ പറയാണ്. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞാൽ ആൾക്കാർ നേരാവൂല, നിങ്ങൾ വെറുതെ പറയാണ്. നേരാവണം എന്ന് കരുതി നിങ്ങൾ പറയുന്നില്ല എന്നതാകുന്നു പ്രശ്നം. പറയണമെന്ന് കരുതിയിട്ട് നമ്മൾ പറയണുള്ളൂ, നേരാവണമെന്ന് കരുതി പറയണില്ല എന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഓർമ്മപ്പെടുത്തണം, എപ്പോഴും ഉപദേശിച്ചു കൊണ്ടിരിക്കണം. ഓരോരുത്തരോടും അവരവരുടെ ഭാഷകളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, അവരവരുടെ ശൈലികളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എല്ലാവരും നന്നായി പറയണം. അപ്പം നമുക്ക് ഓരോ വിഷയവും 2 നിരക്ക് പറയാം. അപ്പം ഞാനിവിടെ വയലു പറയുന്ന വിഷയം യുവാക്കളും ധാർമ്മിക ബോധവും എന്നാണ് എന്ന് വിചാരിച്ചോളി. നമ്മളെ പഴയ കാലത്തൊക്കെ വയലിൻ്റെ ഒരു വിഷയമായിരുന്നു യുവാക്കളും ധാർമ്മിക ബോധവും. 2 നിലക്ക് പറയാം. ചെറുപ്പക്കാരൊക്കെ കീടന്നിട്ടുണ്ട്, കുരുത്തം കെട്ടവരാണ്, പള്ളിൻ്റെ മേലെ കയറിയിരുന്ന് വർത്താനം പറയലും മൊബൈലും കളിച്ചലും ആകുന്നു അവർക്ക് പണി. അങ്ങനെ പറയാം. നേരെ തിരിച്ചും പറയാം,
ചെറുപ്പക്കാർ നന്നായാൽ ദുന്യാവ് മൊത്തം നന്നായി. അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിലേക്ക് വരുമ്പോൾ യുവാവാകുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോൾ യുവാവാകുന്നു. പരിശുദ്ധമായ ഖുർആനിൽ വെള്ളിയാഴ്ച ഓതുന്ന അൽ കഹ്ഫ് എന്ന സൂറത്തിൽ കുറേ യുവാക്കളുടെ കഥയാകുന്നു. അങ്ങനെയും പറയാം. ഏതാ നല്ല പറച്ചില്? നന്നാവാൻ പറയുകയാണെങ്കിൽ നല്ല കോലത്തിൽ പറയലാണ് നല്ലത്. ഇതിപ്പോൾ എന്താ സംഭവിച്ചാൽ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, എന്താ സംഭവിച്ചാൽ പള്ളിക്കുണ്ടാവും കുറച്ച് വയസ്സന്മാർ, എല്ലായിടത്തും ഉണ്ടാവും, ഇവിടെ മാത്രമല്ല. നേരത്തെ പറഞ്ഞ മാതിരി പെരേന്ന് ഒഴിവാക്കിയ സൈസ്, പെരയിൽ അമ്മയും മക്കളും കൂടി ഒന്നായിട്ട് വാപ്പാനെ ചവിട്ടിയ കുറച്ച് ആൾക്കാരുണ്ടാവും. ഓർക്ക് ആകെ ഉള്ളത് 3 പണിയാണ്. ഒന്ന് നഴ്സറി കുട്ടിനെ വണ്ടി കയറ്റുക, ബസ് കയറ്റി കൊടുക്കുക. 2 അങ്ങാടി പോയിട്ട് മീൻ കൊണ്ടുവരിക. 3-മത്തേത് വൈകുന്നേരം ഒരു ടോർച്ച് എടുത്തുങ്ങാണ്ട് പള്ളിക്കൊക്കെ പോയിട്ട് കുട്ടികളെ സ്വീപ്പാക്കുക. കുട്ടികളിങ്ങനെ വരും നിക്കരിച്ചാൻ വേണ്ടിയിട്ട്. ഹൗദിന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമായി, മുക്കിയില്ലെങ്കിലും പ്രശ്നമായി. മുക്കിയാൽ അള്ളാൻ്റെ ഹൗദിന്ന് വെള്ളം മുക്കി കളയുന്നായി. നാം മുക്കാതന് കയറിയാലോ പടച്ചോൻ്റെ പള്ളിക്കൊക്കെ കാല് ഗത കയറുകയെന്നായി. ഇങ്ങനെയായാലും പ്രശ്നമാണ്. നമ്മൾ നാട്ടിക മുസ്താദ് അള്ളാഹുരുടെ ദർജ ഉയർത്തട്ടെ, വയത് പറയുമ്പോൾ ഒരു കഥ പറയലുണ്ട്. ഒരു ജമാഅത്തിനെ പറ്റി പറയുമ്പോഴാണ് ആ കഥ പറയുക. ഒരു രസകരമായ കഥ. ഒരു ചങ്ങായിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇത്രേ ഒരു തമാശ കഥയാണ്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ ചങ്ങായി സ്റ്റേഷനിലേക്കാണ് കയറിയപ്പോൾ വലത്തെ കാല് വെച്ചിട്ടാണ് കയറി പറഞ്ഞു. അതിൽ കൊടുത്തു പെരടിക്കൊരടി. എന്താണ് എന്നെ പുതിയാപ്പിള കൊണ്ടുപോവുകയാണോ എന്ന് ചോദിച്ചു. അതിലോ അങ്ങോട്ട് തന്നെ ഇറങ്ങിയാണ്ട് ഇടത്തെ കാല് വെച്ചിട്ടാണ് കയറിയപ്പോൾ കൊടുത്തു പെരടിക്കൊരടി. എന്താണ് എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ എന്ന് ചോദിച്ചു. അങ്ങോട്ട് ഇറങ്ങിങ്ങാണ്ട് 2 കാലും എടുത്തുങ്ങാണ്ട് ഒരു ചാട്ടണ്ട് ചാടിയപ്പോൾ കൊടുത്തു 3-മത്തെ അടി. എന്താണ് ജാള കളിയാക്കണമെന്ന് ചോദിച്ചു. ഇതേമാതിരിയാണ് കുട്ടികൾ പള്ളിക്കൊക്കെ വന്നാൽ. ഇനിയിപ്പോൾ അതാ വരാൻ പോകുന്നുണ്ട്, പെരുന്നാൾ വരുമല്ലോ. പെരുന്നാൾ വരും. കുട്ടികൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് തുണിങ്ങുപ്പായും മാറ്റിയിട്ട് പള്ളിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ മൈക്ക് ഓണാക്കി കൊടുക്കുകയും ചെയ്താലും ഉഷാറായി. ആ നിൽക്കാറുണ്ട് തുടങ്ങാൻ നേരത്തെ കുറച്ച് വയസ്സന്മാരും വന്നിട്ട് പറയും പുഴയുടെ കുട്ടികളൊക്കെ ബാക്ക് നിൽക്കുന്നു. എന്താ ഈ ചങ്ങായി കുറച്ച് നേരത്തെ വന്നൂടെ? മുന്നിൽ ആദ്യം വന്നവർക്കുള്ള അവകാശമാണ്. ഇവൻ എന്താ കുറച്ച് നേരത്തെ വന്നൂടായിരുന്നില്ല? ഓനോട് വെള്ളം ഉണ്ടായിരുന്നില്ലേ കുളിച്ചാൻ? ഓനോട് എന്താ വെള്ളമില്ലേ? എന്നിട്ട് ഇങ്ങനെ കുട്ടികളെ ഷീപ്പാക്കി തന്നെ. പിന്നെ കുട്ടികളും കുറച്ചൊക്കെ ഒരു മനസ്സിലാക്കണം. കുറച്ച് വയസ്സന്മാർ നേരം വൈകി വരാണ്ടായി തന്നെ ബാക്കിൽ ഇരുന്നാൽ മതി. അല്ല, അതും മനസ്സിലാക്കണത് നല്ലതാണ്. കുറച്ച് വയസ്സന്മാരുണ്ട് നേരം വൈകിയിട്ട് വരാൻ. അതുകൊണ്ട് കുട്ടികൾ ആദ്യം തന്നെ ബാക്കിൽ ഇരുന്നാലും ഓൽക്കും നല്ലതാണ്. ഇതൊക്കെയാണ് സംഗതി. കുട്ടികൾ മേലെന്ന് വർത്താനം പറയാന്നുള്ളതാണ് നമ്മളെ പരാതി. മേലെ കയറിയിരുന്ന് വർത്താനം പറയാന്ന്. താഴെ വയസ്സന്മാർക്ക് കുറച്ച് പണിയുണ്ട്, അടുക്കായിട്ടാണ്. ഇമാം ഇങ്ങനെ വാളെടുത്ത് ഇങ്ങനെ വരും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇതിൻ്റെ മുക്കിയുടെ അവിടെ എത്തുമ്പോൾ വാള് വാങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. ആരോടാണ് ആ സലാം? മുക്കീറിനോട് മാത്രമൊന്നുമല്ല, അവിടെ ഉള്ള എല്ലാവരോടാണ് സലാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് വരുമ്പോൾ 3 സലാം പറയാറുണ്ടായിരുന്നു എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും, ഒന്ന് വാള് വാങ്ങുമ്പോൾ പറയും, ഒന്ന് മിമ്പർ കയറിയിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ പറയും. അതാണ് 3 സലാം, എല്ലാവരോടുമാണ്. അപ്പം എന്ത് വേണം? ആ മുന്നിലിരിക്കുന്ന കാരണന്മാർ വഅലൈക്കും സലാം എന്ന് പറയുമ്പോൾ മേലെങ്ങനെ വർത്താനം പറയാൻ അങ്ങനെ തുടങ്ങുന്നുണ്ടാവും ചെക്കന്മാർ. ഓൽക്ക് മനസ്സിലായി താഴെ ജുമ ഉണ്ടില്ലേ. എന്ത് ചങ്ങായിമാർ ഒറ്റൊന്നും മുണ്ടൂല, പിന്നെ ഓല് വർത്താനം പറയാതിരിക്കുമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമാമും മിമ്പർമക്കാരും 1-മത്തെ ഖുത്ബ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയത്ത് തുടങ്ങും. അപ്പോൾ പറയും കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറയും. അപ്പോൾ വയസ്സന്മാരൊക്കെ കൂടിയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയും. അപ്പം മേലെ വർത്താനം തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും. ആ താഴത്ത് ജുമയാണില്ലേ എന്നാ വർത്താനം പറയണ്ടാവും. ഇതിങ്ങനെയാണ് അവർ തീരുമാനിച്ചിരുന്നത്. ഇത് താഴെയുള്ള വയസ്സന്മാരൊക്കെ തൊള്ളയിൽ കൊഗ്ഗാണ്. പിന്നെ എങ്ങനെ നടക്കുക? ഒന്നാണ്ട് ഉറക്കം ചെല്ലണ്ടേ? അപ്പം മറ്റൊരാളും ഉണ്ടായിരിക്കൂലേ? അത് കേട്ടിട്ടാണ് മറ്റൊരിങ്ങനെ മുന്നിക്ക് വരുന്നത്. അപ്പോൾ ഓരോ അതേമാതിരി ചെല്ലും. നമ്മളാരെങ്കിലും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് എഴുതി പഠിച്ചതാ? കാരണന്മാർ ചെല്ലിന് കേട്ടിട്ടാണ് പഠിച്ചതാണ്. അതേമാതിരിയാണ് ചെല്ലി കൊടുക്കേണ്ടത്. അപ്പോഴല്ലേ അടുത്ത തലമുറക്ക് അത് പടിയുള്ളൂ. ഇത് നമ്മളിങ്ങനെ ഓരോ കുറ്റം പറഞ്ഞ് നടത്തുന്ന എന്താ കാര്യം? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളാണ് ചെയ്യണമല്ലോ. ഓർക്കൊരു കുഴപ്പമില്ല. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള എല്ലാ നന്മയും അവരെടുത്തുണ്ട്. ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള എല്ലാ നന്മയുണ്ട്. ഉള്ള നന്മയെ നമ്മൾ വെള്ളം പാർന്നു കൊടുത്ത്
നമ്മളതിനെ നനച്ചു കൊടുത്ത് വലുതാക്കി വലുതാക്കി കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പോൾ അതിന് ബോധവൽക്കരണങ്ങൾ, മസ്ലഹത്തുകൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പള്ളിയുമായുള്ള ബന്ധങ്ങൾ, റമദാനൊക്കെ വന്നാൽ ഒരു റമദാനിൽ ഒരു ദിവസം ഫുള്ളായിട്ട് പള്ളിയിലുള്ള ക്യാമ്പുകൾ, ഇങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ അടുപ്പിച്ച് വയസ്സന്മാരമാതിരി 24 മണിക്കൂറും കുട്ടികൾ പള്ളിക്ക് വന്ന് ഇരിക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു ഈത്തിക്കാഫ് മജ്‌ലിസ്, അല്ലെങ്കിൽ ഒരു റമദാനിൽ 25 ഒരു ഹയാത്താക്കുന്ന പരിപാടി, ഒരു മാസം 17 ഇങ്ങനെയൊക്കെയുള്ള അവസരം വരുമ്പോഴേ നടക്കുള്ളൂ. അവസരങ്ങൾ വരുമ്പോൾ ഒരു മിറാജിനൊരു പരിപാടി, മുഹറം 9 പരിപാടി, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായ ദിവസങ്ങളുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടത്തി യുവാക്കളെയും കുട്ടികളെയും ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരന്മാരെയും വയസ്സന്മാരെയും വയസ്സത്തികളെയും എല്ലാവരെയും സെറ്റാക്കി നിർത്തണം. മഹല്ല് കുടുംബസംഘമാണ് നടക്കുന്നത്. അവാർഡ് പോരാ, ഇതൊന്നും പോരാ. അവാർഡ് 10ാം ക്ലാസ്സുകാരും +2കാരും മാത്രമൊന്നല്ല ഈ നാട്ടിലുള്ളത്. ഏറ്റവും നല്ല ഓട്ടോറിക്ഷ ഡ്രൈവർക്കുള്ള അവാർഡ് അടുത്തെല്ലാം കൊടുത്തു നോക്കി. നിങ്ങൾ എന്താ അവാർഡ് കൊടുക്കാൻ പാടില്ലാത്തതാ? ഇവിടെ നാട്ടുകാർക്ക് ഏറ്റവും വലിയ ഖിദ്മത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ചെയ്യണത്. എന്താ ഓനൊരു അവാർഡ് കൊടുത്താൽ? നാട്ടിലെ ഏറ്റവും നല്ല ഓട്ടോറിക്ഷ ഡ്രൈവർക്കുള്ള അവാർഡ്, നാട്ടിലെ ഏറ്റവും കൂടുതൽ മയ്യത്ത് കുളിപ്പിച്ചുള്ള ആൾക്ക് അവാർഡ് കൊടുത്തു നോക്കി. നിങ്ങൾ കൊടുത്തു നോക്കി. സംഗതി അല്ല ഉഷാർ. നാട്ടിലെ ഏറ്റവും നല്ല കൂലിപ്പണിക്കാരനുള്ള അവാർഡ്, എന്താ ഓന അവാർഡ് വേണ്ടേ? അത് വെറും ബംഗാളികൾ മതിയോ? അതൊക്കെ കൊടുക്കണം. നല്ല നല്ല അവാർഡുകൾ, അതൊന്നും മതിയായിട്ടില്ല. അടുത്തൊല്ലം ഒന്നുകൂടി ഉഷാറാക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞതും കേട്ടതൊക്കെ അവൻ സാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ഇരുലോക വിജയികളിൽ ചേർത്ത് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. ربنا اجعل آخر كلامنا عند الموت قول لا إله إلا الله. توفنا مسلمين وألحقنا بالصالحين. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. حصل مرادنا واشف أمراضنا وعد ديوننا وبلغ آمالنا. اللهم إنا نسألك الجنة وما يقرب إليها من قول وعمل ونية واعتقاد. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر ذنوبنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. എല്ലാവരും ദുആ ചെയ്യണം. പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ മദ്രസയിൽ കുറേ കാലം ജോലി ചെയ്യാനും പരിശുദ്ധമായ ദീനിന് വേണ്ടി ഖിദ്മത്തെടുക്കാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. കുറച്ച് ശിഷ്യന്മാരൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പോൾ കണ്ടറിഞ്ഞോണമെന്നില്ല. ഓരൊക്കെ വലിയ വലിയ മനുഷ്യന്മാരായിട്ടുണ്ടാവും. അന്ന് ചെറിയ കുട്ടികൾ 5ാം ക്ലാസ്സായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ്. അതൊന്നും 7ഓ എന്നറിയില്ല, 5 അന്നത്തെ ഉസ്താദന്മാരൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിലുള്ള ഉസ്താദന്മാരായിട്ട് പഴയ ആളുകൾ അൽഹംദുലില്ലാഹ് കുറേ ആളുകളൊക്കെ ഓർമ്മയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഖൈറിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി തരട്ടെ. വളരെയധികം സന്തോഷം അറിയിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.